നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 3-ാം അധ്യായം 30-ാം വാക്യം. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് കാരണം കൂടാതെ കലഹിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും കാരണങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെയും മറ്റുള്ളവരോട് തട്ടിക്കയറുന്നവരാണ്. അല്ലെങ്കിൽ നമ്മുടെ മാനസിക വിഷമങ്ങൾക്കനുസരിച്ച്, വ്യഥകൾക്കനുസരിച്ച് മറ്റുള്ളവർക്ക് എതിര് നിന്ന് സംസാരിക്കുന്നവരാണ്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാകാം. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അവസ്ഥ നാം നേരിട്ടിട്ടില്ലേ? പക്ഷെ വചനം നമ്മോട് വളരെ ശക്തമായി പറയുന്നുണ്ട്, നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ കാരണം കൂടാതെ കലഹിക്കാനേ പോകരുത്. കാരണം ഒരിക്കൽ നമ്മുടെ സ്നേഹിതരായിരുന്നു കൊണ്ട് നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ശത്രുപക്ഷത്ത് അല്ലെങ്കിൽ നമ്മെ ശത്രുക്കളായി കാണുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടാകാം. പക്ഷേ അവരെക്കാൾ ഉപരി നമ്മെ ദ്രോഹിക്കാതെ നമ്മെ സ്നേഹിക്കുകയും എപ്പോഴും നമ്മെ കരുതുകയും നമുക്ക് വാത്സല്യവും പകർന്നു നൽകുകയും ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്തു ചാടി നാം ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള നിമിഷങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടിട്ടുള്ള, അവരെ കബളിപ്പിച്ചിട്ടുള്ള, അവരെ പരിഹസിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടാകാം. ഇതെല്ലാം ഈ കലഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു, അല്ലെങ്കിൽ കലഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അതൊരിക്കലും വഴക്കോ ദേഷ്യമോ വെറുപ്പോ ഉളവാക്കുന്ന കലഹങ്ങൾ മാത്രമല്ല, പിന്നെയോ ഒരാളെ ഒറ്റപ്പെടലിലേക്ക് തള്ളിവിടുന്ന, പരിഹാസ ചുവയിലേക്ക് നയിക്കുന്ന വാക്കുകൾ കൂടി ഈ കലഹങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും, അവരെ ദേഷിക്കുവാനോ അവരോട് കലഹിക്കുവാനോ നാം തയ്യാറാകാതിരുന്നാൽ മാത്രം മതി സ്വർഗത്തിൽ നമുക്കുള്ള നിക്ഷേപം ഉയരുവാൻ. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തും ഒരു തെരുവീതിയിലൂടെ നടക്കുകയാണ്. ആ നഗരത്തിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശബ്ദമുഖരിതമായിട്ടുള്ള ആ തെരുവിലൂടെ അവർ നടന്നു നീങ്ങുന്ന സമയം പെട്ടെന്ന് ആ പ്രകൃതി ശാസ്ത്രജ്ഞൻ നിൽക്കുകയാണ്. എന്നിട്ട് തൻ്റെ സുഹൃത്തിനോട് ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഒരു ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ സുഹൃത്ത് പറയുന്നുണ്ട്, ഇത്രയും വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ചീവീടിൻ്റെ ശബ്ദം കേൾക്കുക? നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നോടത് ചോദിക്കുവാൻ എന്ന് പറയുകയാണ്. എന്നാൽ ഈ പ്രകൃതി ശാസ്ത്രജ്ഞനാകട്ടെ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞു, ഇവിടെ ഒരു ചീവീട് എവിടെയോ കരയുന്നുണ്ട്, ഞാൻ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ അപ്പോഴും ഈ സ്നേഹിതൻ, ആ ഉറ്റ സുഹൃത്ത് പറയുന്നുണ്ട്, ഈ വാഹനങ്ങൾ പോകുന്ന തിരക്ക്, ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന, ഒച്ചപ്പാടുണ്ടാക്കുന്ന തിരക്ക്, ഇവിടെ എങ്ങനെയാണ് നിസ്സാരം കേവലം ഒരു ചീവീടിൻ്റെ ശബ്ദം നിന്റെ ചെവിയിലേക്ക് എത്തുക? നിനക്ക് ചെവിക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള തകരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ മറുപടി ഒരു പ്രവൃത്തിയിലൂടെയാണ് ഈ പ്രകൃതി ശാസ്ത്രജ്ഞൻ തിരികെ നൽകുന്നത്. എന്തായിരുന്നു ആ പ്രവൃത്തി, അല്ലെങ്കിൽ എന്തായിരിക്കും തുടർന്നുള്ള സംഭവ വികാസങ്ങൾ എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനിയാണ്, ചെറിയ ഉണ്ണിയിൽ നിന്ന്. ചെറിയ ഉണ്ണിയിൽ നിന്ന് ഷൈനി ചേച്ചി അല്ലേ? അതെ അതെ. ചേച്ചി വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡും മോനും ഞാനും. ഓക്കെ. മോൻ പഠിക്കുവാണോ? 1ാം ക്ലാസ്സില്. ഒന്നിൽ. അപ്പൊ ഇന്ന് സ്കൂളിലൊക്കെ പോയോ? ഇന്ന് ക്ലാസ് ഉണ്ട്, പക്ഷെ ഇന്ന് പോയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ, പോവാം. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, യഹോവ ഇസ്രായേലിന് പകരം മനുഷ്യരെയും അവരുടെ ജീവന് പകരം ജനങ്ങളെയും കൊടുത്തത് എന്തുകൊണ്ടാണ്? യഹോവയുടെ ദൃഷ്ടിയിൽ വിലയേറിയവനും മാന്യനുമായതിനാലും യഹോവനെ സ്നേഹിക്കുന്നതിനാലും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, യഹോവയുടെ ദൃഷ്ടിയിൽ നീ വിലയേറിയവനും മാന്യനുമായതിനാലും യഹോവ അവനെ സ്നേഹിക്കുന്നതിനാലും. ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ ഓക്കെ. മോനാണോ ഇടയ്ക്ക് വിളിച്ചേ? അതെ അതെ. ഓക്കെ, ഞങ്ങളിവിടെ ശബ്ദം കേട്ടായിരുന്നു കുഞ്ഞിന്റെ. കുഞ്ഞിന്റെ പേരെങ്ങനാ? ഏബൽ പ്രിൻസ്. ഏബൽ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. ചോദ്യം ഇതാണ്, യഹോവ ആരെയൊക്കെയാണ് ശേഖരിക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നത്? യഹോവയുടെ നാമത്തിൽ വിളിച്ചും യഹോവയുടെ മഹത്വത്തിനായി സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കിയവരുമായ എല്ലാവരെയും.
ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: യഹോവയുടെ നാമത്തിൽ വിളിച്ചും യഹോവയുടെ മഹത്വത്തിനായി സൃഷ്ടിച്ചു രൂപപ്പെടുത്തി ഉണ്ടാക്കിയവരുമായ ഏവരെയും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചേച്ചി ഒരു വചനം പറയാവോ? ഇഷ്ടപ്പെട്ട ഒരു വചനം. പറയാം. പറഞ്ഞോളൂ. യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്നവനും ഭാഗ്യവാൻ. റെഫറൻസോ? സങ്കീർത്തനം 128:1. 28:1. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ സന്തോഷത്തിൽ തന്നെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, പോകാം. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേലിനെ തരിക എന്നും തടുത്തു വയ്ക്കരുത് എന്നും ഏത് ദിക്കുകളോടൊക്കെയാണ് പറഞ്ഞത്? വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നുമില്ലല്ലേ? അപ്പൊ സംശയമൊന്നുമില്ലല്ലേ? സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ഓക്കെ, വായിക്കാറുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഉത്തരം എങ്ങനെയാണ്: വടക്കിനോടും തെക്കിനോടും. നാലാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്: യഹോവ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും എവിടെ നിന്നുമാണ് കൊണ്ടുവരുന്നത്? ദൂരത്തു നിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് പുത്രിമാരെയും കൊണ്ടുവരും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ദൂരത്ത് നിന്ന് പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് പുത്രിമാരെയും. അപ്പോ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി കഴിഞ്ഞു. മോനെ കൊണ്ടൊരു പാട്ട് പാടിക്കും. പാടിച്ചോളൂ. ഏബൽ അല്ലേ? തെരഞ്ഞെടുപ്പാൻ എന്നെ മാണിക്കുവാൻ നിലന്തുണി കണ്ടേശേ, എന്നെ തെരഞ്ഞെടുപ്പാൻ എന്നെ മാണിക്കുവാൻ നിലന്തുണി കണ്ടേശേ, ഒരു യോഗ്യതയിൽ പറയാളില്ലേ ഹലോ. അവൻ നന്നായിട്ട് പാടി. അവസാനം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നാ പറ്റി? പേടിച്ചോയോ? ഇല്ല, മറന്നുപോയത്. ഓക്കെ, അത് സാരമില്ല, കുഞ്ഞു പാടിയല്ലോ. അപ്പൊ ചേച്ചി എന്തായാലും സന്തോഷം കേട്ടോ. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം. ഓക്കെ, അപ്പൊ മോനോട് കൂടി അന്വേഷണവും പ്രാർത്ഥനാശംസകളും ഒക്കെ പറഞ്ഞേക്കെ. പറയാം. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ചെറിയ കുണിയിൽ നിന്നുള്ള ഷൈനി ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കൂടി നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി, ഏബൽ കുഞ്ഞ്. അപ്പോൾ കുഞ്ഞിനും അവൻ്റെ പഠന മേഖലയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞൻ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ ആ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സാഹചര്യം നടക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് സുഹൃത്ത്. പക്ഷേ എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രകൃതിശാസ്ത്രജ്ഞനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കല്ലെടുത്ത് മാറ്റി അതിൻ്റെ കീഴിൽ നിന്നും ചീവീടിനെ പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഉയർത്തി ഈ കൂട്ടുകാരനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഞാൻ ഇതിൻ്റെ ശബ്ദമാണ് കേട്ടത്. എന്നാൽ ഇത് കേട്ട് ആ ഉറ്റ സുഹൃത്താകട്ടെ, ആ കൂട്ടുകാരനാകട്ടെ അതിശയത്തോടെ അത്ഭുതത്തോടെ ആ ശാസ്ത്രജ്ഞനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും തിരക്കുകൾക്കിടയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിൻ്റെ ശബ്ദം കേട്ടത്? അതും ഒരു ചീവീടിൻ്റെ ശബ്ദം എന്നത് നിസ്സാരമാണ്, വളരെ ചെറിയ ശബ്ദമായിരിക്കും. ആ ശബ്ദം ഇത്രയും വലിയ ശബ്ദങ്ങൾക്കിടയിൽ കേട്ടു എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആരാണെങ്കിലും നമ്മൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ താല്പര്യത്തോടെ എന്താണോ കേൾക്കാനും കാണാനും ശ്രമിക്കുന്നത്, അത് നമ്മുടെ കൺമുൻപിൽ വന്നു പെടും, അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് നമ്മളത് കേൾക്കുകയും ചെയ്യും. പക്ഷെ ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ നമ്മൾ മറ്റു പലതിലും നമ്മുടെ ചിന്തകൾ കടത്തിവിടുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ചെറുതിനെ പോലും കാണാനാകാതെ പോകുന്നത്. അതുകൊണ്ട് നീ ഒന്ന് പരിശ്രമിച്ചു നോക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിതൊന്ന് കാണണം, എനിക്കും ഇതൊന്ന് ഈ ഒരു അതിശയം അനുഭവിച്ചറിയണം, ഞാനും ഇത് തെളിയിക്കും എന്നൊക്കെ വലിയ വീരവാദങ്ങൾ മുഴക്കിയിട്ട് ആ 2 കൂട്ടുകാരും വീണ്ടും മുന്നേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ വീണ്ടും അവിടെ ഒരു അങ്ങനെ നടക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു സന്ദർഭം ഉണ്ടാകുന്നു. പക്ഷേ ഇത്തവണ ആ ഒരു സന്ദർഭം സൃഷ്ടിക്കുന്നത് ഈ കൂട്ടുകാരനാണ്. ശാസ്ത്രജ്ഞനെ പോലെ ഒരു സന്ദർഭം ഇദ്ദേഹവും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ആ ഒരു സന്ദർഭം എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ 2ാമത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം.
നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബ്യൂല ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? നെയ്യാറ്റിങ്കര. ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും മക്കളും. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കും. അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചതിൽ സന്തോഷം. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവർ നദികളിൽ കൂടി കടക്കുമ്പോഴുള്ള യഹോവയുടെ വാഗ്ദാനം എന്തായിരുന്നു? അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. അതെ അതെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നീ തീയിൽ കൂടി നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഒരു സംശയമില്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അതെ അതെ. ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. അപ്പൊ ഒരു പാട്ട് പാടാവോ? 4 വരി പാടാം. പാടിക്കോളൂ. എന്നേശുനാഥനേ എന്നാശവീയേ എന്നാലും മഞ്ഞിൽ നീ മതിയേ. എന്നേശുനാഥനേ എന്നാശവീയേ എന്നാലും മഞ്ഞിൽ നീ മതിയേ. ആന്റി പാടിക്കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓക്കെ, പാട്ട് കേൾക്കാൻ പറ്റിയതിൽ സന്തോഷം. ഇതേ സന്തോഷം നിലനിർത്തി അടുത്ത ചോദ്യത്തിലേക്ക് കയറുവാണേ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേലിന്റെ രക്ഷകൻ ആരായിരുന്നു? അവരുടെ ദൈവവും പരിശുദ്ധനുമായ യഹോവ. വളരെ ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: അവരുടെ ദൈവവും പരിശുദ്ധനുമായ യഹോവ. അതെ അതെ. അപ്പൊ നമുക്ക് നാലാമത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കയറാവേ. ചോദ്യം ഇതാണ്: ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് വിലയായി യഹോവ കൊടുത്തിരിക്കുന്നത് എന്താണ്? മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും. അതെ അതെ. അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തന്നു കഴിഞ്ഞു. ഒരു പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടു കൂടിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു കോള് കട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. എല്ലാ പ്രാർത്ഥനകളും ആന്റി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബ്യൂല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ആന്റി നമ്മളോടൊപ്പം കുറച്ചു നേരം സംസാരിച്ചു. നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി. അപ്പോൾ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. നമ്മുടെ കഥയുടെ ഒരു അന്ത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ, ഈ 2 കൂട്ടുകാരും കൂടി മുന്നോട്ട് പോകുമ്പോൾ, അത്രയും നേരം വെറുതെ നടന്ന ആ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാകട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചില്ലറ നാണയം, ആ ഒരു നാണയം എടുത്ത് തറയിലേക്ക് അത്യാവശ്യം ഒരു ബലത്തിൽ എറിയുകയാണ്. എന്നാൽ അത് കേട്ട, ആ ശബ്ദം കേട്ട നിമിഷം തന്നെ മുന്നേ നടന്ന ആ കൂട്ടുകാരൻ തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു നാണയത്തിൻ്റെ ശബ്ദം കേട്ടു, അത് എവിടെ നിന്നാണെന്ന് എനിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ച് നടന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇവർ നടന്നു വന്ന വഴിക്ക് തന്നെ ആ നാണയം കണ്ടെത്തുന്നുമുണ്ട്. എന്നിട്ട് വളരെ അഭിമാനത്തോടു കൂടി ഈ ശാസ്ത്രജ്ഞന്റെ മുൻപാകെ നിന്നിട്ട് പറയുന്നുണ്ട്, കുറച്ചു നേരം മുന്നേ നീ പറഞ്ഞില്ലേ നമ്മൾ എന്താണോ ശ്രദ്ധിച്ച് നടക്കുന്നത് അത് നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ നിമിഷം ശ്രദ്ധിച്ച് നടക്കുകയായിരുന്നു, എന്തെങ്കിലും ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഇത്രയും വലിയ ശബ്ദങ്ങൾക്കിടയിൽ എനിക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്കിതാ ഈ ഒരു ശബ്ദവും കിട്ടി. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഇപ്പോൾ നിന്റെ ശ്രദ്ധ ഇവിടെയായിരുന്നു. നീ ഏകാഗ്രമായി നിനക്ക് മാത്രം കേൾക്കാൻ സാധിക്കുന്ന, നിനക്ക് മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചകളെയും കേൾവികളെയും ഒക്കെ അന്വേഷിച്ച് നടന്ന ഈ നിമിഷമാണ് നിനക്ക് ഈ ഒരു ശബ്ദം കേൾക്കാനായത്. അപ്പോൾ ഇനി നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴായാലും ഇങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ദുരിതങ്ങളും നിനക്ക് മുൻപിലേക്ക് വരും. പക്ഷെ ശ്രദ്ധയോടെ നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് മാത്രം നീ ശ്രദ്ധിച്ചിരുന്നാൽ നിനക്കതെല്ലാം നേടാനാകും.
അപ്പോൾ ഇത് കേട്ട് അയാളും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നടക്കുന്നുണ്ട്. ഈ കഥ നമുക്ക് വലിയൊരു സന്ദേശം പകർന്നു നൽകുന്നുണ്ട്. ആ സന്ദേശം എന്താണെന്ന് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കോളിന് ശേഷം മടങ്ങി വന്നതിന് ശേഷം കേൾക്കാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റാന്നി ഇടമണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലീലാമ്മ എന്ന സഹോദരിയാ. ലീലാമ്മ ആന്റി. അതെ അതെ. ഓക്കെ ആന്റി, ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും, ഞങ്ങൾക്ക് ഒരു മോളെ ഉള്ളായിരുന്നു. മോളെ കല്യാണം കഴിച്ചു വിട്ടു. എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഇരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിൽ ആന്റി അങ്കിള് മാത്രമേ ഉള്ളൂ? അതെ അതെ ഉള്ളു. എന്റെ ഹസ്ബൻഡ് ഒരു 8 വർഷമായിട്ട് ഡയാലിസിസ് പേഷ്യന്റ് ആണ്. ഓക്കെ. അപ്പം അങ്ങനെ സേവിക്കുന്നു. സാരമില്ല, വിഷമങ്ങളുണ്ടെങ്കിലും ദൈവം നടത്തുന്നു. അതെ, ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാൻ ആന്റി. വലിയ അനുഗ്രഹവും ദൈവത്തിന്റെ വലിയ ഇടപെടലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് വചന സമീക്ഷയ്ക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. ചോദ്യം ഇതാണ്: യഹോവ പുറപ്പെടുവിച്ച രഥം, കുതിര, സൈന്യം, ബലം എന്നിവയുടെ അവസ്ഥ എന്താണ്? അവസ്ഥയോ? അതെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഇല്ല, ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. യഹോവ പുറപ്പെടുവിച്ച രഥം, കുതിര, സൈന്യം, ബലം എന്നിവയുടെ അവസ്ഥ എന്താണ്? അതിനെന്ത് സംഭവിച്ചു? അത് ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല, അവർ കെട്ടുപോകുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: അവർ ഒരുപോലെ കിടക്കും, എഴുന്നേൽക്കയില്ല, വിളക്കുതിരി പോലെ അവ കെട്ടുപോകുന്നു. അപ്പോ ഒന്നാമത്തെ ഉത്തരം ശരിയായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവ ചെയ്യുവാൻ പോകുന്ന പുതിയ കാര്യം എന്തായിരുന്നു? യഹോവ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യം. അതെ. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. വളരെ ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷമായോ? സന്തോഷമായി. ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടാറുണ്ട്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാവോ? നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതി മറന്നീശനെ മറന്നിടല്ലേ. കനകക്കിനാവുകൾ മനതാരിൽ കണ്ടു നീ മതി മറന്നീശനെ മറന്നിടല്ലേ. നിമിഷങ്ങൾ നിമിഷങ്ങൾ ജീവിത നിമിഷങ്ങൾ ഒഴുകുന്നു തിരികെ വരാതെ വണ്ണം. ആന്റി നന്നായിട്ട് പാടി. നല്ല പാട്ട് പാടുന്ന ആളല്ലേ? എനിക്ക് 70 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് കേട്ടോ. ആണോ? ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കല്യാണത്തിന് പാട്ട് പാടാൻ ഉണ്ടായിരുന്നു. കൺവെൻഷനൊക്കെ പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ. കൊയർ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ആളാ? ഉണ്ടായിരുന്നു. പക്ഷെ ശബ്ദത്തിൽ ആ പ്രായം തോന്നില്ല കേട്ടോ. നന്നായിട്ട് പാടി. എടുക്കാൻ പറ്റുന്നില്ലേ, തൊണ്ടയ്ക്ക്. അല്ല, നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുമ്പോ ആ ഫീൽ ഉണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാട്ടൊക്കെ എഴുതാറുണ്ട്. പാട്ടൊക്കെ എഴുതി കവിതകള് പാട്ടുകളൊക്കെ സോങ് ഒക്കെ എഴുതാറുണ്ട്. അപ്പൊ സകലകലാ വല്ലഭയാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അമ്മച്ചിയെ പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം. ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കയറുവാണേ. ചോദ്യം ഇതാണ്: യഹോവയുടെ സ്തുതിയെ വിളംബരം ചെയ്യുന്നത് ആരാണ്?
ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം. വളരെ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു. ആ ശരി ഉത്തരമാണ് ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഉത്തരം ഇതാണ്, യഹോവ തനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഈ ജനം. ആ അതെ. അപ്പോ ഇനി ലാസ്റ്റ് ഒരു ഒറ്റ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ. ചോദ്യം ഇതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ തന്റെ ജനം പരാജയപ്പെട്ടത് എങ്ങനെയാണ്? നിന്റെ ഹോമയാഗം ആടുകളുടെ കുഞ്ഞാടുകളും നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ കണിയാകൾ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. കോതമയാങ്ങൾ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. അതെ, അതാണ് ശരി ഉത്തരം. ആന്റി പറഞ്ഞത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, അവരുടെ യാഗങ്ങളാൽ യഹോവയെ ബഹുമാനിച്ചിട്ടില്ല. അതെ, അപ്പൊ 4 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷമായില്ലേ? ഓക്കെ ആന്റി, അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ. അപ്പോൾ ലീലാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെയധികം സ്നേഹം നിറഞ്ഞൊരു പാട്ടൊക്കെ ഗാനമൊക്കെ നമുക്ക് വേണ്ടി ആലപിച്ചു നല്ലൊരു അമ്മ. അപ്പോൾ ആൻറ്റിക്കും അങ്കിളിനും അവരുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്കും നമ്മുടെ ഈ ഒരു അധ്യായത്തിൻ്റെ അന്ത്യത്തിലേക്കും കൂടി നമുക്കൊന്ന് മടങ്ങി വരാം. അപ്പോൾ ഈ 2 സുഹൃത്തുക്കൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു.